ലൊക്കേഷൻ കാണിക്കണ്ടേ? ലാബിൻ്റെ ഉള്ളിലേക്ക് കാണിക്കാം. നമുക്കപ്പുറം ക്രോസ് ചെയ്ത് നിൽക്കാം. അത് കാണിക്കല്ലേ? അതാ പറഞ്ഞത്, റോഡ് കാണിച്ചിട്ട് അടുക്കാം. ഇരുന്ന് തുടങ്ങാം. മൈക്ക് ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ. ഓക്കെ. ഇതെന്താ അൺഎക്സ്പെക്ടഡ് ഗൈസ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെയും കൂടി സത്യോ ഞാൻ ചെയ്യാൻ വന്നു. ഞാൻ വീഡിയോ എടുക്കാൻ സംഭവം എന്താ അറിയോ, ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇപ്പൊ ഓൾറെഡി ഇവരൊക്കെ ഇതിട്ടല്ലോ, ഞാൻ വിചാരിച്ചു വല്ല പോലീസുകാരെ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അവരെന്തായാലും ടെസ്റ്റ് ചെയ്യില്ല പൈസ കൊടുക്കാണ്ട്. അങ്ങനെ ആദ്യം വിചാരിച്ചത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ പറയുന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ. ആ അതന്നെ, ഞാൻ ഇതിന്റെ അപ്പുറത്ത് ചെയ്തതാണ്, അവന് സംഭവം ഒന്നും അറിയില്ലാന്നോ. അപ്പൊ ഗൈസ്, സംഭവം എന്താന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. സ്ക്രിപ്റ്റ് ഇപ്പം ജാസി ഉണ്ടെങ്കിൽ പൊട്ടാ, അത് നല്ലതല്ലേ? സ്ക്രിപ്റ്റ് ആണെന്ന് തന്നെ വിചാരിക്കും. ജാസി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ജാസിന്റെയും കൂടി നിങ്ങൾക്ക് അറിയാലോ മണ്ടന്മാരെ. ജാസി ഇതാണല്ലോ പറയുന്നത്, അപ്പൊ ഓന്റെയും കൂടി നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ. എൻ്റെ ഉമ്മ സദ്യ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇതങ്ങനെ വിചാരിക്കും അല്ലെ, അത്രയും ഇതായിട്ടാണ് ഇവിടെ കണ്ടുപിട്ടിയത്. പക്ഷെ എന്താ അറിയോ, ഈ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. കണ്ണൂര് ആകെ 4-5 എണ്ണേ ഉള്ളൂ. ഇവിടെ 2 മണിക്കൂറിൽ കിട്ടും. വേറെ ഏടിയും കിട്ടൂല. നമ്മൾ ബാക്കി എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നോക്കി, വേറെ ഏടിയും കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് അലിഗേഷൻസും പരിപാടികളിലും ഉണ്ട്. അപ്പൊ അതെല്ലാം ഡയറക്റ്റ് ഇവിടെ വന്ന് നേരെ ടെസ്റ്റ് ചെയ്ത് നേരെ തീരുമാനിക്കാന്ന് വിചാരിക്കുന്നത്. വെറുതെ വർത്താനം ഇതിനെ കൊണ്ടും കാര്യമില്ല. വെറുതെ സംസാരിച്ച് ഞാൻ ഇപ്പൊ എന്താ പറയാ, അതിന്റെ ഹാർഡ് കോപ്പി എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് എന്നിട്ട് അത് വേറെ ആളതാന്ന് പറയും, അല്ലെങ്കിൽ അത് ഞാൻ മെയ്ഡപ്പ് ചെയ്തെന്ന് പറയും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവിടെ വരുന്നു, കാണിക്കുന്നു, പോകുന്നു. നമ്മൾ അതല്ലേ ഏറ്റവും നല്ലത്. ആരോഗ്യ ശനിയാണ്. ഞാൻ നീ വരുന്ന ഇത് അറിയൂ പോലും. ഞാൻ വിചാരിച്ചു നീ എന്താ ചെയ്യാൻ. മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം ഗൈസ്, മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം. മൈക്ക് ഓക്കെ അല്ല നമുക്ക് അറിയാം. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, വെറുതെ വർത്താനം പറഞ്ഞ് ഇതിന്റെ പേരിൽ കുറെ കൊണയടിക്കാനോ ഇതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ ടെസ്റ്റ് ചെയ്യാം. അതല്ല അതിന്റെ ഒരു ന്യായം. വെറുതെ ഞാനിപ്പോ എന്തെടുത്ത് കാണിച്ചാലും പറയും ഇതങ്ങനെ ആക്കി, ഇത് ഇങ്ങനെ ആക്കി, ഇത് മറ്റേതാണ്, ഇത് മറിച്ചതാണ്. എന്തിനാ ഇതിന്റെ എല്ലാം ആവശ്യം? നമുക്ക് നേരെ ഇവിടെ കൊണ്ട് കാണിക്കാം. ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യട്ടെ, അവര് റിസൾട്ട് തരട്ടെ. 2 മണിക്കൂർ കൂടി ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കട്ടോ പരിപാടിയോ വ്ളോഗ് പോലെ കട്ട് ചെയ്യാനോ ഒരു പരിപാടി ഇതിൽ നടക്കൂല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. മനസ്സിലായോ? മാനേജർ
urine test. You cannot take the video. There's some confidentiality issue. You are violating the rules and regulations. Okay. Please, we know that we know the issue. We know the issue. We have tested your sample and we have released the report. Okay. We are not at all bothered about any fraudulent activity we have done or not. We are getting a lot of calls and calls from media, mobile, but we haven't informed you. Okay, we haven't informed your report to any authority. We have any right to release your report to any authority, any media, unless and until if there is comes under law. If there is comes under law and those people are going to the government authority and saying that this person has done like this, they can register a case. If that case is accepted, they can come here or they can send an official mail to us that we have to share his report. Until now, we haven't released or shared this report to any authority. If they are asking for the report, you have to submit your report that you have released in the PDF. In that PDF, there is a QR code. If you scan the QR code, they will obtain the exact report. If something has happened, we haven't seen any report. We haven't seen any report, and because all these are girls now, they are coming from different locations. Okay, we won't shoot. Okay. You can take his video, Okay. but not. Okay. No. Okay. I want to read. Retest. Retest. Okay. Can I go? Okay. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ദുബായിൽ നിന്നും ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ നാലാതിർത്തുനിന്നും കോള് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, പ്രഷർ വരുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റീടെസ്റ്റ് ചെയ്തിട്ട് ഇതാക്കുന്ന പറയും. നമുക്കത് ഇതാക്കാൻ വേണ്ടി പറ്റൂല. പിന്നെ ഇവിടെ ഗേൾസും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വീഡിയോസ് ഒന്നും അവർക്ക് ഷൂട്ട് ചെയ്യുന്നത് താല്പര്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. സോ സോ അവർക്ക് ഇതാക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ഈ പറഞ്ഞ പോലെ നേരെ പോയിട്ട് ഇനിയിപ്പോൾ കാണിച്ചിട്ട് ബാക്കി നോക്കാം. ഈ പറഞ്ഞ പോലെ എന്നെ കാണിക്കാൻ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ഇതാക്കുന്നെല്ലാം കാണിക്കാം. അവരെ ഫേസോ ഇതോ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഞാൻ എന്നെ കാണിച്ചു തരാം. എന്നെ ഇത് കാണിക്കാൻ കുഴപ്പമില്ല. പേയ്മെന്റ് ചെയ്യട്ടെ? ക്യാഷാണ് പേയ്മെന്റ് ചെയ്യട്ടെ. എൻ്റെ വിളിക്കുന്നു.